place. I had the opportunity to acquaint with him few occasions, and the other day, fortunately, I called Raju Panol and he asked me, he told me that this is what happened, and it was a shock for me. I know that is difficult for us to comprehend it. We may have so many questions in our life, which we may not get an answer for that. Around a month ago, we as a family encountered, or we also had to go through this same situation back in New York. Still, we are grieving on that. But as God says, it is good to be with the Lord, to depart from this world and to be with the Lord. So, Pastor John C. Daniel, the work that God has entrusted on him, he completed it. The house that was prepared for him was ready to be occupied. For those of us who are living on this earth, it is difficult for us to understand why it's worldly, but it is nothing is early, everything is on God's time. And I always say this one thing, to my understanding, my brief knowledge, or little knowledge, the Bible is translated over 2,000 some languages. In any language, I don't believe that there's a word that could comfort the bereaved family at this moment, but only the God's word. As time passes, God will comfort. And this is a time one day we will meet him face to face in the other shore of this earth. And I, as a family, we join with you and we continue to pray for you. And let the peace of God that passes all our understanding may comfort the bereaved family and all the family members on this time and the days to come. May God bless you. പടയിൽ ചേർന്ന നാൾ മുതൽ പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് ആത്മാർത്ഥതയോടുകൂടി അധ്വാനിച്ച ഒരു സോൾജിയറിന്റെ ഫുൾ ഡിസിപ്ലിൻ കീപ്പപ്പ് ചെയ്ത, സ്വകാര്യ ദുഃഖങ്ങളോ സ്വജീവന അനുഭവങ്ങളോ ഒന്നും കൃത്യവിലോകത്തിലേക്ക് തന്നെ നയിക്കാതിരിക്കാൻ വളരെയധികം സൂക്ഷ്മതയോടുകൂടി ഒരു പോരാളിയുടെ ജീവിതം നയിച്ച, അവസാന നിമിഷം വരെ സുവിശേഷകരണത്തിൽ താല്പര്യം കാണിച്ച, സുവിശേഷ രണാങ്കണത്തിൽ അടരാടിയ കർമ്മധീരനായ എൻ്റെ സഹപടന്റെ ചേതനേറ്റ ശരീരത്തിന് മുമ്പിൽ ഈ രാത്രികാലം ഞാൻ നിൽക്കുമ്പോൾ ധന്യമായ ജീവിതം നയിപ്പാൻ എനിക്ക് കൃപ നൽകിയ ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും ആ ഓർമ്മയുടെ മുമ്പിൽ എൻ്റെ ശിരസ് നമിക്കുകയും ചെയ്യും. 28 വർഷങ്ങൾക്ക് മുമ്പാണ് എന്നെ പരിചയപ്പെടുവാൻ ന്യൂയോർക്കിൽ വെച്ച് എനിക്ക് അവസരം ലഭിച്ചത്. പിന്നീട് ഞങ്ങൾ ഫ്ലോറിഡയിലേക്ക് മൂവ് ചെയ്തു, താൻ നാട്ടിലേക്ക് കടന്നുപോയി. ഇടക്കാലത്ത് അതിനുള്ള അവസരം ലഭിച്ചില്ല. എന്നാൽ കഴിഞ്ഞ ചില മാസങ്ങളായി വീണ്ടും ആ സ്നേഹബന്ധം പുതുക്കുവാൻ, അനേക അവസരങ്ങളിൽ ഒരുമിച്ചിരുന്നുകൊണ്ട് അനേകർക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ, അനേക ജീവിതങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു ഒരുമിച്ച് പ്രാർത്ഥിപ്പാനൊക്കെ ഞങ്ങൾക്ക് അവസരം ലഭിച്ചു. മാത്രമല്ല, തൻ്റെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ തൻ്റെ കിടകയ്ക്കരികിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ, കുടുംബാംഗങ്ങളോട് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ഒക്കെ അവസരം ലഭിച്ചു. ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ നിന്ന ഡോക്ടറും മെഡിക്കൽ സ്റ്റാഫും ഞങ്ങളും പ്രതീക്ഷിച്ചു, ഹിസ് ലൈഫ് ഗോയിങ് ടു എക്സ്റ്റെൻഡ്, കർത്താവ് തന്റെ ആയുസ് നീട്ടിക്കൊടുക്കും. കാരണം ചേതനയേറ്റ ഒരു ശരീരത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ തന്നെ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ കരങ്ങൾ ആ ശരീരത്തിൽ വെച്ച് പ്രാർത്ഥിക്കും. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പൾസ് റേറ്റ് കടന്നു വരുന്നത് കാണുവാൻ കഴിഞ്ഞു. വീണ്ടും അവർ പരിശ്രമിച്ചു. ഏതാണ്ട് ഒരു 20 മിനിറ്റോളം അവർ വീണ്ടും അധ്വാനിച്ചു. എന്നാൽ ദൈവത്തിന്റെ സമയമായപ്പോൾ കർത്തദാസനെ ദിവസത്തിലേക്ക് വിളിച്ചു ചേർക്കാൻ കർത്താവൻ പ്രസാദം തോന്നി. ഇന്ന് രാത്രിക്കാലം എന്റെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. എന്നാൽ താൻ ഇൻവോൾവ് ആയിരുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്, ഒരുപാട് മിനിസ്ട്രീസ് ഉണ്ട്, എസ്പെഷ്യലി പ്രയർ ലൈൻസ് ഉണ്ട്. അവരൊക്കെ അവരുടെ കണ്ടോളൻസ് അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ പേരുകൾ മാത്രം പറഞ്ഞ് 1 മിനിറ്റ് കൊണ്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. നോർത്ത് കരോളിനയിൽ നിന്നുമുള്ള GM പ്രയർ ലൈൻ, അവരുടെ ആ പ്രയർ ലൈൻ ഫാമിലിയുടെ കണ്ടോളൻസ് അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെ ആ ദുഃഖത്തിലും പ്രത്യാശയിലും പങ്കുചേരുന്നു. അതുപോലെ തന്നെ കണറ്റിക്കട്ടിൽ ആരംഭിച്ച് പോർട്ട് സെന്റ് ലൂസിയിൽ നിന്ന് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മൽ പ്രയർ ലൈൻ, അവരും നിങ്ങളോടൊപ്പം നിങ്ങളുടെ ദുഃഖത്തിലും പ്രത്യാശയിലും പങ്കുചേരുന്നു എന്ന് ആ പ്രയർ ലൈൻ ഫാമിലി അറിയിച്ചിട്ടുണ്ട്.
ബ്രാൻഡിൽ നിന്നുള്ള പ്രയർ ലൈൻ ഫാമിലി അവരുടെ ദുഃഖവും പ്രത്യാശയും നിങ്ങളെ അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിൾ കോളേജിൽ തന്റെ സഹകൃത്യനായിരുന്ന പാസ്റ്റർ കെ സി ജോൺ IPC സൗത്ത് ഈസ്റ്റ് റീജിയന്റെ പ്രസിഡന്റാണ്. താൻ കടന്നു വരുവാൻ വളരെ ആഗ്രഹിച്ചു. തന്റെ ശാരീരിക അസ്വാസ്ഥ്യത കൊണ്ട് 300 മൈൽ ഡ്രൈവ് ചെയ്ത് വരാൻ സാധിക്കാത്തത് കൊണ്ട് കടന്നു വന്നിട്ടില്ല. പ്രത്യേകിച്ച് തന്റെയും എന്റെ കുടുംബത്തിന്റെയും തന്റെ സഭയുടെയും IPC അതിലെ അവിടെ ഓർഡിനറി മിനിസ്റ്റർ എന്ന നിലയിൽ എല്ലാ ശുശ്രൂഷന്മാരുടെയും കൗൺസിൽ അംഗങ്ങളുടെയും ദുഃഖം രേഖപ്പെടുത്തുന്ന പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയുടെ ഭാഷ കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. ലേക്ക്ലാൻഡ് പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ പേരിലും നിങ്ങളുടെ ദുഃഖത്തിലും പ്രത്യാശയിലും ഞങ്ങൾ പങ്കുചേരുന്നു. തന്റെ വളരെ ആഗ്രഹഫലമായിട്ട് ഫ്ലോറിഡ റിവൈവൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഒരു പ്രയർ ലൈൻ എല്ലാ വ്യാഴാഴ്ചയും ആരംഭിക്കുവാൻ തക്കവണ്ണം അവസരം ഉണ്ടായി. അതിലൂടെ അനേക ജീവിതങ്ങളെ പ്രാർത്ഥിക്കുവാനും ആശ്വാസം ലഭിക്കാനും കർത്താവ് സഹായിച്ചു. ദുഃഖത്തിലായിരിക്കുന്ന നിങ്ങളെ എല്ലാം കർത്താവ് സഹായിക്കട്ടെ. തന്റെ ജീവിതം നമ്മളറിയാം. When we only view from here, we know how much we impact or influence others. കഴിഞ്ഞ ദിവസം ആ ഭവനത്തിൽ നിന്നപ്പോൾ എങ്ങനെ തന്റെ പ്രിയ ഭാര്യ സഹോദരി ആശ്വസിക്കണമെന്ന് അറിയാതെ ഞങ്ങൾ വാക്കുകൾക്ക് വരുമ്പോൾ അവിടെ കടന്നു വന്ന ഒരു കുടുംബത്തോട്, കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കുടുംബത്തോട് ദൈവം എന്നോട് ചോദിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വളരെ നന്നായിട്ട് ഒരു 20 മിനിറ്റോളം പ്രിയ സഹോദരി ജീൻ സുവിശേഷം പറയുന്ന കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, he imparted that passion to her. He imparted that passion of gospel to her. അത് ധൈര്യം കൊടുത്ത ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. വരും ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ഇരിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. Blessed be the name of the Lord. My name is Baby John, and I am the sister of Pastor John C. John. I greet everyone who has gathered here on this sad occasion on the departure of Pastor John C. John. I came to know Pastor John C. John in 1980, and that was after my marriage. But there was a special occasion that I came to know him before my marriage. I had to apply for my marriage license, and I came over to where he was living in Elizabeth, New Jersey. After we done with the application, everything, it was so late. So Pastor John C. John and his wife asked me to stay over in their house. Early in the morning, I heard a loud voice while I was sleeping in their house with crying. Suddenly I woke up. It was about 5 o'clock in the morning. It was this pastor praying and crying with the Lord, but he was not a pastor at that time. I said to myself, he is definitely a God-fearing man. After a few years, he became a pastor in Staten Island, New York. He had quite a big church over there. Then later, him and his wife, along with Denny, moved over to India for the gospel ministry. They stayed in Kottayam, which is also my birthplace and my hometown. God enabled to do the mighty work for the gospel. Then later on, he moved over to Florida. In Florida, he also has done a lot of work for the Lord. Anytime when I call him, he will tell me he has won somebody for the Lord. He was definitely a valuable person in the sight of the Lord. But the good Lord called him in his appointed time. Recently, Pastor John C. John started a prayer line in Florida. I had the privilege to be a partner in the prayer line. People came up with so many testimonies how God has answered their prayer. In short, Pastor John C. John was a real blessing for all who knew him. I want to read a few scripture verses, then I'm closing the session. John chapter 14, verses 1 and 2. Let not your heart be troubled. You believe in God, also and in me. In my Father's house there are many mansions. If not, I would have told you so. Psalms 103, verses 15 and 16. As for man, his days are like grass, as a flower of the field. It flourishes. When the wind blows over on it, it will not know its own place. The wisest and richest king in the earth ever lived, King Solomon, great king of Jerusalem, who has enjoyed his life from top to the bottom, says, vanity of vanity, all is vanity. This is definitely a vanity bill. I express my deep condolence to the family of John C. John, Sister Jean, Denny, and family, Danny, and all other family members. Thank you, and God bless you. Madam Daniela, she is coming. There are seats available here, so you can be seated. There are also seats available here.
ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം. സങ്കീർത്തനം 116:15 പറയുന്നു, തന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. ഈ ദേവദാസന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതായിരിക്കാൻ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. മനുഷ്യൻ ലോകത്തിൽ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല പ്രധാനമായ വിഷയം. നാം ലോകത്തിലായിരുന്നപ്പോൾ നാം കർത്താവിന് വേണ്ടി നാം എങ്ങനെ ജീവിച്ചു, എന്ത് ചെയ്തു, ഇതാണ് അതിനകത്തെ പ്രധാനമായിട്ടുള്ള വിഷയം. അത് മാത്രമേ നമുക്ക് ഒടുവിൽ ലഭിക്കുകയുള്ളൂ. ലോകത്തിൽ എന്തുണ്ടായിരുന്നാലും ദൈവത്തിന് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കാതെ ഏറെ നാൾ ജീവിച്ചിട്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ അച്ഛകുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം വളരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാനും പ്രവർത്തിക്കുവാനും ഒക്കെയും ദൈവം അവസരം നൽകിക്കൊടുത്തു. അതിന് വളരെ ഉത്സാഹത്തോടെ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി എന്നുള്ളത് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുണ്ട്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവരുടെ ഭവനത്തിൽ ഞാൻ ആദ്യമായി ചെല്ലുമ്പോൾ ഞാൻ അവിടുത്തെ ഏറ്റവും മൂത്ത മകൻ പാസ്റ്റർ ജോൺസി ജോണിന്റെ വൈഫാണ്. ഞാൻ എൻ്റെ പേര് സാറാണ് എന്നാണ്. പാസ്റ്റർ ജോൺസി ഡാനിയലിന്റെ മൂന്നാമത്തെ സഹോദരനാണ് ജോൺസി ജോണ്. അവരിൽ 4 പേരും ഇപ്പോൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അവരൊക്കെ നിത്യതയിലായിരിക്കുന്നു. ഞാൻ ദൈവത്തെ അധികം സ്തുതിക്കുകയാണ്. ഇനി 3 പേർ മാത്രമേ ഇവിടെ ഉള്ളൂ. എന്നാൽ കർത്താവിന്റെ സമയമാകുമ്പോൾ ഓരോരുത്തരായിട്ട് കടന്നു പോകേണ്ടതായിട്ട് വരും. എന്നാൽ ഇത്രമാത്രം ഉത്സാഹത്തോടെ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണം എൻ്റെ ദാസൻ ഇടയായത് ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ജോലി രാജിവെച്ചിട്ട് ഇവിടെ നിന്ന് നാട്ടിലേക്ക് കടന്നു പോവുകയും ദൈവവേല ചെയ്യുവാനുള്ള ഉത്സാഹം കാണിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ഉണ്ടായത്. ഇതൊക്കെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം എൻ്റെ ദാസന്റെ ജീവിതത്തിൽ കർത്താവ് ഇടയാക്കിയല്ലോ എന്നോർത്ത് ഞാൻ ദൈവത്തെ വളരെ സ്തുതിപ്പാൻ തക്കവണ്ണം ഇടയായി. അവർ കുടുംബമായി ഇവിടെ ആയിരുന്നപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി അധികം പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കിക്കൊണ്ടേയിരുന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ പോകുന്ന സഭയുടെയും ദുഃഖത്തെ ഇന്ന് ഈ സമയം ഞാൻ നിങ്ങളോട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഒരു ദിവസം നമ്മുടെ കർത്താവ് വരുമെന്നും അന്നേരം നമുക്ക് ഒരുമിച്ച് കാണുവാൻ തക്കമുള്ള ഒരു സമയം നമുക്കുണ്ടെന്നുള്ളതായ ആ വലിയ പ്രത്യാശ നമുക്ക് എല്ലാവർക്കും ഉള്ളതുകൊണ്ട്, എനിക്കത് ഉള്ളതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇതൊക്കെയും നശ്വരമാണ്. നാം അറിയുന്നില്ല എന്നാണ് നാം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടതെന്നുള്ളത് ആർക്കും അറിയാൻ സാധിക്കുന്നില്ല. എന്നാൽ നമ്മുടെ ദൈവം മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നാം പ്രത്യാശ ഉള്ളവരായി ദൈവത്തിന്റെ സന്നിധിയിൽ എപ്പോഴും കർത്താവിന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിരിക്കണം. മാത്രമല്ല നമ്മുടെ സമയം അതെങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് നാം വളരെ ചിന്തിച്ച് മനസ്സിലാക്കി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് ഇടയാക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകളില്ല. എൻ്റെ പേര് ചാക്കോ കുര്യൻ എന്നാണ്. ജോണിൻ്റെ ബ്രദറിലാണ് ഞാൻ. ജീൻ്റെ വൈഫിൻ്റെ ഹസ്ബൻഡ്. ഞാനും ജോണുമായിട്ട് വളരെ വർഷങ്ങൾ പരിചയമുണ്ട്. ജോണ് അമേരിക്കയിൽ വന്നിട്ട് 10 കൊല്ലം ട്രാൻസ്പോർട്ട് അതോറിറ്റി യൂണിവേഴ്സിറ്റി ട്രാൻസ്പോർട്ട് അതോറിറ്റി ജോലി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് നാട്ടിൽ ഗോസ്പൽ വർക്കിന് വേണ്ടി പോയി. കുറച്ച് വർഷങ്ങൾ ജോണ് നാട്ടിൽ ചർച്ചുകൾ സ്ഥാപിച്ചിരുന്നു. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സ്കാറ്റ്ലാൻഡിൽ ചർച്ച ഉണ്ടായിരുന്നു. ജോണിന് അവിടുത്തെ പാസ്റ്ററായിരുന്നു. ജോണിന് ഈ ജോലിയിൽ തന്നെ ജോണ് പല ആൾക്കാരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. ജോലിയിൽ എല്ലാവർക്കും ജോണിനെ വളരെ ബഹുമാനമായിരുന്നു. ജോണിൻ്റെ ജീവിതം ഒരു മാതൃക ജീവിതമായിരുന്നു എല്ലാവർക്കും. നമ്മൾ ഈ ഓടുന്നത് ഒരു റേസ് തന്നെ. നമ്മുടെ ജീവിതം ഒരു ഓട്ടക്കളമാണ്. വി ആൾ ആർ transit passengers here. We are just passing through. When we come to this country,
we get a green card and they say that we are permanent residents. And I used to tell John, there is no such thing. There is no permanent residence. I mean, we all have to go one day. And John did a lot of good things for all the people. He financially helped a lot of people, and spiritually also he prayed for a lot of people. And again, this is a very sad moment. Death is very painful, but again, this John is telling us right now we all have to go through this. I'm going now, and you guys have to come later. It's a race, life is a race, and whoever finishes first, whoever goes first, whoever comes to the finishing line first, they are the winners. He is a winner. And again, for Jean, I mean, she has to go through this. Danny has to go through this, I mean, and I came here a few days and I see this church is supporting them a lot. And keep doing it. Thank you. God bless you all. Thank you. Thank you all for keeping the time. Pastor Joe Abraham would take a couple of minutes, and after that, Sam John and Abraham George and Finney Matthew, these three people will take a couple of minutes each. I would like to thank each and everyone here on this sad occasion. I knew Pastor John C. John for many years, and his family in India. I have been to their house. When I heard the unexpected homegoing of this servant of God, I also was grieved in my heart because we didn't expect it at this time. After coming to Florida, we have had the opportunity to fellowship together few times, and we were in good relationship. I'm thinking of his dear wife, family, or those who belong to them, grief-stricken as they are. I pray that I am praying for you. Henry Kissinger, one of the world famous politicians in the world, he said once as follows: a great truth I learned in my life is that life is so short. Death is appointed unto man, as we read the Bible, and then the judgments. For Pastor John C. John, we can remember him, cherishing in our hearts with honor that he was a servant of God, worthy, who labored worthy unto the call, and finished his race and is resting in peace. I just want to read a verse and I'll be complete. Psalm 23, verse 4. Yea,
Though I walk through the valley of the shadow of death, I will fear no evil. For you are with me, your rod and your staff comfort me. According to Pastor Bill Hybels, one of the leading pastors of this country, God's words during pain is not for comfort alone, but intended to infuse with confidence. God is not airlifting the grief-stricken out of the situation, rather than a way out of the pit. He is offering a way through it. There is a lot of meaning to his statement and explanation. I know this is a very hard time for all those who are grief-stricken, especially the wife and the family. So when we are all here shouldering the responsibility of praying for them and comforting them, God is not actually airlifting them to give them a temporary relief. But through each and every prayer, the word, God is instilling their hearts with a confidence. Why? Until we finish our race, we have to go through the journey of life. So, joining with the servant of God, I would like to say that we have to finish our race as he has gone to receive his reward from the presence of God when the Lord returns. We have also to be faithful. God bless you, dear wife and the family. God is coming soon. We will see him again. Sam John and Finney Matthew. Good evening, everyone. My name's Sam John. I'm the nephew of Pastor John C. John. My father is John C. John's brother, and I'm happy to come here to celebrate the life and legacy of my uncle. Growing up, I had many memories of my uncle. Me and Denny are the same age. We lived very close to each other in New York and New Jersey, so naturally, we had many sleepovers growing up. So I have many fond memories of my uncle. One of those memories is sitting in the back of this old station wagon. And me and Denny used to sit in the back of the station wagon, the back flipped up and you face the rear. And me and Denny would sit wherever, and his uncle would drive us around, and we'd sit in the back making faces at the people that are driving behind us. And his dad would yell, "Stop, stop," and he'd say it with a smile. He had a good sense of humor. I remember one morning I woke up and I didn't have my toothbrush with me. And he had this toothpaste from India. It was like this black powder that he would take. And he brushed my teeth with it. And I asked him, I was young, I was 6, 7, I asked him, I was like, "Uncle, why did you make me brush my teeth with that dirt?" And then my uncle said, "Dirt, the dirt would be an upgrade to what's in your mouth." So me and him had a very similar sense of humor. But the characteristic, in addition to the characteristic that I endeared the most was his courage. It was his ability to follow God's calling and to leave an impact and a legacy for us to follow. To Anthea, I'm very sorry for your loss. I know you're a very strong woman, and God will see you through this. Merrick, you are a perfect son. The way you took care of your father, it was an example for us all. It's a characteristic that I think if you continue to follow, that you can improve on your father's legacy and continue in your father's footsteps. And to Denny, I never know what to say to you. When your mom died, I didn't know what to say. When your dad died, I still don't know what to say. You've suffered tremendous loss in your life. All I can say is that I love you. You're my brother. I will always be here for you, and you'll never be alone.
But I'm happy. I'm happy for my uncle. I'm happy that the suffering is over. His pain is gone. I'm happy he's with his brothers and sister now, and all those who've gone before us. I'm happy that he's back home with his father who's called him home. I'm happy, but I'm going to be sad. And that's all I really have to say. ഉണ്ടാവട്ടെ. കഴിഞ്ഞ 6 വർഷങ്ങൾക്ക് മുമ്പ് ഫസ്റ്റ് ജോണുമായിട്ട് ഞങ്ങൾ അടുത്തതോടാൻ ഇടയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അറിയിക്കുന്നതല്ല, പ്രത്യേകം അദ്ദേഹം ഒരു ഫയർ വാരിയറായിരുന്നു എന്ന് എല്ലാവരും തന്നെ പറയുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പല സമയത്തും പ്രാർത്ഥിപ്പാന് സഹായിച്ചു. കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് ഫാസ്റ്റിംഗ് പ്രയറോട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് സാറ്റർഡേ മോർണിംഗ് ഇടവന്ന സഹോദരന്മാർ, ഞങ്ങൾ 4 സഹോദരന്മാർ ഒരുമിച്ച് പ്രത്യേകം പ്രാർത്ഥിച്ച അന്ന് ബ്രദർ ബോബി അദ്ദേഹത്തോടെ ആത്മാവിൽ പറഞ്ഞു, പാസ്റ്റർ അനുഗ്രഹിച്ച് ഒരു അലക്സാറിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അതൊരു പ്രത്യേക ദൈവമായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഞങ്ങൾക്കില്ല ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ ദൈവസേനയിൽ കൂടുതൽ അടുത്തിടപെടാനും കർത്താവ് സഹായിച്ചു. 2 ആഴ്ച മുമ്പേ പുള്ളി അദ്ദേഹം ടെൻറ്റിട്ട് ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോയി കാണുവാൻ കർത്താവ് സഹായിച്ചു. അന്ന് ഞങ്ങളെ അദ്ദേഹം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പുറകിലായിട്ട് അദ്ദേഹം ഞങ്ങളെ പ്രാർത്ഥിച്ച് അയക്കുവാൻ കർത്താവിന് ദേവദാസിന് ഇടയാക്കി. കൂടാതെ കഴിഞ്ഞ ദിവസം നാട്ടിലുള്ള ഒരു ആൻറ്റി ഞാൻ വിളിച്ചപ്പോൾ, പുതുപ്പള്ളിയിലുള്ള ആൻറ്റിയെ വിളിച്ചപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, അവിടെ അദ്ദേഹം അമേരിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിൽ പോയി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ട്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്നു. അതിനകത്ത് അതിൽ കൂടെ പോയി സുവിശേഷം അനേകരോട് അറിയിക്കുകയും അനേകരെ ദൈവത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കൂടാതെ പാവങ്ങളെ അധികം പേരെ സഹായിക്കുവാനൊക്കെ ആ സമയത്ത് അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെ നല്ല ജീവിതം നയിച്ച ഒരു കർത്തദാസനായിരുന്നു ഫസ്റ്റ് ജോൺ സി ജോൺ. ഞങ്ങളുടെ സ്നേഹബന്ധത്തിൽ കർത്താവ് ഞങ്ങൾക്ക് പരസ്പരം അടുത്തിടപെടാൻ കർത്താവ് സഹായിച്ച ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും കർത്താവ് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ജീവിതനാഥത്തോടും പ്രധാനത്തോടും ശബ്ദത്തോടും ദൈവത്തിന്റെ താളത്തോടും കൂടെ സ്ഥലത്തുനിന്ന് വരുമ്പോൾ മനുഷ്യരെ ഉയർത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരുമിച്ച് കാണുവാൻ വേണ്ടി വരെയാവും. പ്രത്യേക ജീസസിനെ, ഡാനി മോനെ, ഡെനി, എല്ലാ ഫാമിലിയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്നാണ്. തുടർന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓർക്കും ഞങ്ങളുടെ കുടുംബത്തിന്റെ കൺട്രോൾ അറിയിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് Raja Thomas came from Staten Island, New York, and after that, Susanne Berkey will be taking time. Raja Thomas. Standing here with a very heavy heart. For the last many days, during the day, I was busy with the kids and telephone calls. But at night, I really cried out a lot. In the morning, I wake up with this song. Every day, I was waking up with one of these songs, so I'm going to just sing a small song. മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണത്തെരുവിൽ വീണ്ടും കാണും
മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണക്കരുൾ വീണ്ടും കാണൂ പ്രിയരയാ ദിനത്തിൽ മുറവിളിയും ദുഃഖവുമില്ല പുത്തനെറുസലേം നഗരമത് മുറവിളിയും ദുഃഖവുമില്ല പുത്തനെറുസലേം നഗരമത് പൊൻപുലരിയിൽ ചെന്നു ചേർന്നു കർത്താവിനെ പുകഴ്ത്താം മറുകരയിൽ ഞാൻ കണ്ണീരും മറുവിലയാ തന്നവനെ സ്വർണ്ണക്കരുൾ നാമം കാണും പ്രിയരയാദിനത്തിൽ ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലോ ധൈര്യപ്പെടുവി എന്നുരച്ചോ ലോകെ കഷ്ടങ്ങൾ ഉണ്ടെങ്കിലോ ധൈര്യപ്പെടുവി എന്നുരച്ചോ ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ ആത്മനിറവിൻ സാന്നിധ്യത്തിൽ നടത്തിടും അതിശയമാ മറുകരയിൽ നാം കണ്ടിടും മറുവിലയാ തന്നവനെ സ്വർണ്ണക്കരുൾ വീണ്ടും കാണും പ്രിയരയാ ദിനത്തിൽ മറുകരയിൽ നാം കണ്ടിടും മറുവിലയായി തന്നവനെ സ്വർണ്ണക്കരുൾ വീണ്ടും കാണും പ്രിയരയാ ദിനത്തിൽ സ്വർണ്ണക്കരുൾ വീണ്ടും കാണും പ്രിയരയാ വീണ്ടും കാണുന്ന സർവത്തിന് Raju T. Matthew, and after that, Pastor Norris Sampson, and then Pastor James George. They will come take 2 minutes each, not more than 2 minutes. Praise the Lord. ഞാൻ ന്യൂയോർക്ക് സ്റ്റാൻഡാർഡിൽ നിന്നാണ് വരുന്നത്. 1988 ഞാൻ അമേരിക്കയിൽ വന്നത്. വരുമ്പോൾ അന്ന് ഞങ്ങൾ പാർത്ത ഭവനത്തിലേക്ക് കർത്താവിന്റെ ദാസൻ ആദ്യമായി കടന്നു വന്നു. ഞങ്ങൾ യാക്കോബ് പാരമ്പര്യത്തിൽ ജനിച്ച മനുഷ്യനാണ്. അന്ന് തൊട്ടുള്ള പരിചയം ഇന്നുവരെയും കർത്താവിന്റെ ദാസനോടുകൂടെ ഉണ്ടായിരുന്നു. 1989 കർത്താവിന്റെ ദാസന്റെ കൈക്കീഴിൽ എനിക്ക് സ്നാനപ്പെടുവാനിടയായി. കർത്താവിന്റെ ദാസന്റെ ഭവനത്തിൽ ചില നാളുകൾ താമസിപ്പാൻ തൻ്റെ മകനായ ഡെന്നിയോടൊപ്പം എന്നെ ഒരു മകനെ പോലെ കരുതി എനിക്ക് തന്ന എല്ലാ ഉയർച്ചയ്ക്കും എൻ്റെ പാരമ്പര്യത്തിൽ ഞാൻ യാക്കോബ് പാരമ്പര്യത്തിൽ ജീവിച്ചെന്നെ ഈ ക്രിസ്തുവാകുന്ന പാറമേൽ നിൽക്കുവാൻ എൻ്റെ ദാസന് ഈ കൃപ തന്നു. 1986 കാരനെങ്കിൽ ഇങ്ങനെ ഒരു സഭ തുടങ്ങുന്നത്. ഇന്നുവരെയും ആ ചർച്ചിൽ ഞാനൊരു അംഗമായി നിൽക്കുന്നു. കർത്താവ് ഞങ്ങൾ ഇത്രത്തോളം ബലപ്പെടുത്തി നിർത്തിയ കൃപയ്ക്കായി എൻ്റെ ദാസനെ ഞാൻ ഓർത്ത് ഈ രാത്രികാലം ആ ദാസനെ 2 മിനിറ്റ് എനിക്ക് തന്നതിൽ എനിക്കതിന് ആ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു നിൽക്കുവാൻ കഴിയില്ലാത്ത അളവധി നന്മകളാണ് എൻ്റെ ജീവിതത്തിൽ തന്നിട്ടുള്ളത്. ഈ ആ രാജ്യത്ത് അന്ന് വന്നിട്ടുള്ള ആ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് സ്റ്റാൻഡേർഡ് പാർട്ട് എല്ലാ മലയാളികൾക്കും
അന്ന് ഡ്രൈവിംഗ് പഠിക്കുവാൻ, അവിടെ എല്ലാ ആവശ്യങ്ങളിലും കൂട്ടായ്മ കാണിക്കുവാൻ. കർത്താവദാസൻ കഴിഞ്ഞ ഒരു 6 മാസക്കാലം മുമ്പ് സ്റ്റാർട്ടിന് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, 406 പരം അല്ലെങ്കിൽ ഭവനങ്ങൾ സന്ദർശിപ്പാൻ എൻ്റെ ദാസനെ കൃപ കൊടുത്തു. അന്ന് വിതച്ച വിത്ത് ഇന്ന് അത് ഫലവത്തായി അനേക ഭവനങ്ങളിൽ ഈ ദൈവവെളിച്ചം കാണുവാൻ കർത്താവിന്റെ ദാസൻ ഇടയാക്കി. ആ കൃപ അല്ലെങ്കിൽ ആ സുഖത്തുറമുഖത്ത് തനിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരുക്കിയിരിക്കുന്ന ആ വാടാ കിരീടം പ്രാപിക്കുമ്പോൾ നമുക്കും ചെന്ന് അവിടെ കാണുവാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ആരാധിച്ചു വരുന്ന കർത്താവിന്റെ ദാസൻ അടിസ്ഥാനമിട്ട് ആയിരത്തി പണിതായ ഇന്ത്യൻ പെന്തിക്കോസ്റ്റ് ചർച്ചിന്റെ നാമത്തിൽ അതിലെ ഹൃദയത്തിന്റെ ഏത് ഭാഷയിലാണെന്ന് എനിക്കറിയില്ല, അതിന്റെ അകത്തളത്തിൽ നിന്ന് ഇന്ന് രാത്രികാലം ഞാൻ എൻ്റെ കുടുംബത്തിന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുശോചനം അർപ്പിക്കുന്നു. ഇന്ന് ദുഃഖിതരായിരിക്കുന്ന പ്രിയ ഡെനിമോനും ഡാനിക്കും അല്ലെങ്കിൽ സിസ്റ്ററിനും മറ്റുള്ള ബന്ധുമിത്രാദികൾക്കും ഇന്ന് രാത്രികാലം കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ദൈവത്തോടുള്ള കടപ്പാട് അതിന് ഉൾപ്പെടാം. എൻ്റെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ ഒരു പിതാവിന് കൊടുക്കുന്ന സ്ഥാനമാണ് ഞാൻ ഇന്ന് വരെ കൊടുത്തത്. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് രാവിലെ യാത്ര തിരിച്ച് ഇവിടെ വന്നിരുന്ന രാത്രികാലം ഈ ദാസനെ ഇതിനെ ചൈതന്യം പറ്റി കിടക്കുന്ന ഈ ബോഡി കാണുവാൻ എനിക്കിത് രാത്രികാലം കഴിയില്ല. അല്ലെങ്കിൽ എൻ്റെ പിതാവിനെ യാത്ര ചെയ്യിപ്പാൻ എനിക്ക് നാട്ടിൽ പിതാവ് മരിച്ചപ്പോൾ പോകാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിലുപരി ഇന്ന് രാത്രികാലം ഇവിടെ ആയിരിക്കുമ്പോൾ ഈ തന്ന അവസരം അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഒരു അനുശോചനം അറിയിപ്പാൻ എന്നെ ദൈവം ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ കൃപയ്ക്കായ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ ഒരു കാര്യം ഇന്ന് രാത്രി ഞാൻ പ്ലേനിൽ ഇരുന്നപ്പോൾ ചിന്തിച്ചത്, അതിന്റെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വെയിലാറിയപ്പോൾ യഹോവ ആദാമിനെ സന്ദർശിച്ചു. അവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു കൂൾ ഓഫ് ദ ഡേ. അതുപോലെ തന്നെ ആ ഉൽപ്പത്തി പുസ്തകം 18-ന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്നു, അബ്രാഹാമിനെ സ്തോത്രം വെയിൽ അതികഠിനമായപ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഹാർട്ട് ഓഫ് ദ ഡേ. നമ്മുടെ കൂൾ ആയ ദിവസങ്ങളിലോ ഹാർട്ടായ ദിവസങ്ങളിലോ യഹോവ സന്ദർശിക്കാം. നമ്മൾ കൂളായ നമ്മുടെ കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിക്കുമ്പോഴോ അല്ല ജീവിതത്തിന്റെ കഠിനമായ ചോദനകൾ വരുമ്പോഴോ എപ്പോഴാണ് ദൈവം സന്ദർശിക്കുന്നത് നമുക്കറിയില്ല. ഈ മരുപ്രയാണത്തിൽ ഒരു കൃപയോടെ അതിൽ മുന്നേറുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. എനിക്ക് കാണിച്ച ഈ ദീപം അല്ലെങ്കിൽ കർത്താവിന്റെ ദാസനും കുടുംബത്തിനും എങ്ങനെ നന്ദിയായി അറിയിപ്പാൻ ഇന്ന് കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാൽ എന്റെ ഈ സ്നേഹം ഇന്ന് രാത്രികാലം ആ ദാസനോടും കുടുംബത്തോടും ഇന്ന് രാത്രികാലം ഈ നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ഇങ്ങനെ അവസരം ഒരുക്കുക എന്റെ ദൈവത്തിനെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്കെന്ന സമയം അത് അല്പം അധികമായിരുന്നു എനിക്ക് തോന്നുന്നു. കർത്താവിന്റെ ദാസനെ വേണ്ടി ഒരു പാട്ടിന് 2 അടികൾ ഞാൻ പാടട്ടെ, നിങ്ങൾ തന്നോട് ചേർന്ന് പാടും. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവ് മകനെ മരിപ്പതിന മകനെ മരിപ്പതിന മകനെ മരിപ്പതിന കുരിശിൽ കൈവെടിഞ്ഞു. മകൾ സ്നേഹം മകൾ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാരിപ്പതിന കുരിശിൽ കൈവെടിഞ്ഞു. പിരിയ ബന്ധമാണിതു പിരിയ ബന്ധമാണിതു പിരിയ ബന്ധമാണിതു ദിനദാനം മകനെ പിരിയ ബന്ധമാണിതു പിരിയ ബന്ധമാണിതു പിരിയ ബന്ധമാണിതു യുഗകാലം വരെയും. എന്റെ പിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ദാസനെ ഇന്ന് ഈ സമയത്ത് ഞാൻ അല്ലെങ്കിൽ കണ്ണുനീരോട് ഇവിടുന്ന് യാത്ര അയക്കുന്നു. എന്നാൽ സ്വർഗീയ സ്വർമുഖത്ത് അല്ലെങ്കിൽ കർത്താവിന്റെ ദൂതന്മാർ നിന്നെ വരവേൽപ്പാൻ നിന്നെ സ്വീകരിപ്പാൻ അവിടെ ആയിരിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഞാൻ സ്തോത്രമില്ല എന്നെ ഈ പ്രയാണകാലം കഴിച്ചുകൂട്ടി ആ സുഖോർമുഖത്ത് വന്ന് നമുക്ക് ഒന്നിച്ച് കാണാം എന്നുള്ള വളരെ പ്രത്യാവശ്യമുണ്ട്. ഇന്ന് രാത്രി എന്റെ ദാസനെ ഞാൻ യാത്ര അയക്കുന്നു. Amen. Praise God. Hallelujah. ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ കുടുംബം, ബന്ധുമിത്രാദികൾ, സാക്ഷിക്കാർ, ഞാൻ കൂടി വരുന്ന ഈ സഭയിലുള്ള അംഗങ്ങൾ, തന്റെ ശുശ്രൂഷ അനുഭവിച്ച ദൈവജനം, എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ ആദ്യം അറിയിക്കുന്നു.
കർത്താവിൻ്റെ ദാസന്റെ വിയോഗം അറിഞ്ഞപ്പോൾ ഹൃദയത്തിന് വളരെ വിഷമം തോന്നുവാൻ ഇടയായി തീർന്നു. ഈ ലേക്ക്ലൻഡിലേക്ക് ഞാൻ മൂവ് ചെയ്ത സമയം മുതൽ തന്നെ അടുത്തറിയുവാനും തന്നെ ഇടപെടുവാനും ഒക്കെയുള്ള അവസരം നൽകി. 2 കാര്യങ്ങൾ ഞാൻ എപ്പോഴും അദ്ദേഹത്തിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ വർത്തമാനം പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച 2 കാര്യം. ഒന്ന്, താൻ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് താൻ ഒരിക്കൽ പോലും ഒരു പരാതി പറഞ്ഞു ഞാൻ കേട്ടു. അതേസമയം തന്നെ ഞാൻ കടന്നു പോകുന്ന അവസ്ഥയെക്കുറിച്ച് താൻ ചോദിക്കുവാനും ഒക്കെ പലപ്പോഴും ഇടയായിട്ടുണ്ട്. എന്നെ വളരെ അതിശയിപ്പിച്ചു. താൻ ശരീരത്തിൽ വളരെ വേദന അനുഭവിച്ച സമയങ്ങൾ പോലും താനൊരു പരാതി പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ തന്നെ എപ്പോഴും വളരെ കാമായിട്ട്, രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഒരു ദൈവദാസൻ എന്നുള്ള നിലയിൽ വളരെ കാമായിട്ട് നിൽക്കുന്ന കർത്താവിൻ്റെ ദാസനെ കാണുവാൻ പറ്റുന്ന ഇടയായിട്ടുള്ളൂ. എപ്പോഴും തന്നെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മുൻപിൽ ഓടിയെത്തുന്ന ഈ 2 കാര്യമാണ്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിന്ന് എന്തെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞാലും അദ്ദേഹം അത് കേൾക്കുന്നില്ല. തന്നെക്കുറിച്ച് തൻ്റെ കുടുംബത്തിലുള്ളവർക്ക്, താൻ കൂടി നടക്കുന്ന ഈ സഭയിലുള്ളവർക്ക് വളരെ ഭംഗിയായിട്ട് അറിയാം. കർത്താവിൻ്റെ വയലിൽ അധ്വാനിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്തമാസന്മാരുടെ നിരയിൽ നിന്ന് ഒരാളും കൂടെ തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. ഇന്ന് രാത്രി ദൈവം ആ കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. ക്രിസ്തുയേശുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ, നോർത്ത് അമേരിക്കൻ സൗത്ത് ഈസ്റ്റ് റീജിയനിലുള്ള എല്ലാ ദൈവദാസന്മാരുടെയും ഇവിടെ കടന്നു വരുവാൻ തക്കണം സാധിക്കാതെ ആയിരിക്കുന്ന എല്ലാ ദൈവദാസന്മാരുടെയും സഭകളുടെയും നാമത്തിലുള്ള അനുശോചനം ഈ സമയം ഞാൻ അറിയിക്കുന്നു. ആയതുപോലെ തന്നെ മായമിൽ നിന്നും പാസ്റ്റർ KC ജോൺ വരുവാൻ വളരെ താല്പര്യപ്പെട്ടു. അദ്ദേഹത്തിന് കടന്നു വരുവാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ടായി. താൻ എന്നെ വിളിച്ച് പറയുവാൻ നോക്കണം ഇടയായിത്തീർന്നു. ഇവിടെ അനുശോചനം കുടുംബത്തെ അറിയിക്കണം എന്ന് എന്നെ അറിയിച്ചു. അതും ഞാൻ ഈ സമയം അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് വരുമ്പോൾ പ്രിയപ്പെട്ടവനെ കണ്ട് അവിടെ സന്തോഷിക്കാൻ ദൈവം സമാധാനമാണ്. മൂന്ന് പദങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒന്ന്, സക്സസ്. ജീവിതത്തിൽ സക്സസ് ആഗ്രഹിക്കാത്ത ആരുമില്ല. അതിന് ദൈവമകനാകണമെന്നില്ല. 2, സിഗ്നിഫിക്കൻസ്. സക്സസ് കൊണ്ട് തൃപ്തിപ്പെടാത്തവർ സിഗ്നിഫിക്കൻസിനായിട്ട് യത്നിക്കും. അതിനും ദൈവമകനാകണമെന്നില്ല ആ അർത്ഥത്തിൽ. ലോകത്തിലെ അതിസമ്പന്നനായ വ്യക്തി തൻ്റെ സമ്പത്ത് കൊണ്ട് തൃപ്തിപ്പെടാതെ ആതുര സേവനത്തിൽ ഏർപ്പെടുന്നതിന് തയ്യാറായി. മിസ്റ്റർ ബിൽ ഗേറ്റ്സും വൈഫും. അതിൻ്റെ കാരണം സിഗ്നിഫിക്കൻസിന് വേണ്ടിയാണ്. മൂന്നാമതൊരു പദം ഉപയോഗിച്ചിട്ട് ആ പദം ദൈവമക്കൾക്ക് മാത്രം ബാധകമാണ്. അതാണ് ബ്ലസ്സഡ്നെസ്. ബ്ലസ്സഡ് ആകുക എന്നുള്ളത്. ജീവിതത്തിൽ സക്സസ് ആകുമ്പോൾ എപ്പോഴും അത് ഈഗോയിസ്റ്റിക് ആണ്. ഏറെക്കുറെ സെൽഫ് സെൻട്രേഡ്നെസ് അതിനകത്തുണ്ട്. ആർക്കും ഒരു ഗുണവും ചെയ്യാതെ സക്സസ് ആകാം, അവനവന് മാത്രമായി ഗുണം ചെയ്തുകൊണ്ട്. സിഗ്നിഫിക്കൻസിന്റെ തലത്തിലേക്ക് നീങ്ങുമ്പോൾ അദ്ദേഹത്തിന് മാത്രമല്ല, അവരവർക്ക് മാത്രമല്ല, ഇതരർക്കൂടെ അനുഗ്രഹമായി അവർ തീരും. എന്നാൽ ഇത് രണ്ടും കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റേജാണ് ബ്ലസ്സഡ്നെസ്. അങ്ങനെയുള്ള ബ്ലസ്സഡ് ആയിട്ടുള്ള അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുന്നത് വിശുദ്ധന്മാരാണ്, ദൈവമക്കൾ. എൻ്റെ കൂട്ടുശുശ്രൂഷകൻ കർത്താവിൽ എനിക്ക് പ്രിയനായ പാസ്റ്റർ ജോൺ സി ജോൺ അവർ ഈ 3 അവസ്ഥയിൽ കൂടെയും കടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതാണ് എൻ്റെ അഭിപ്രായം. കർത്താവ് ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ. ഒരു വാക്യം വായിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 23-ാം വാക്യം. അവന്റെ ശുശ്രൂഷാകാലം തികഞ്ഞ ശേഷം വീട്ടിലേക്ക് പോയി. കോട്ടയം സെന്ററിലും മുണ്ടക്കയം സെന്ററിലുമായിട്ട് കർത്താവദാസൻ നാട്ടിൽ ശുശ്രൂഷിക്കുമ്പോൾ നാട്ടിൽ വെച്ച് ആദ്യമായി അദ്ദേഹത്തെ പരിചയപ്പെടുവാനിടയായി. ഇവിടെ വന്നു വളരെ വിരളമായിട്ട് കണ്ടിട്ടുള്ളൂവെങ്കിലും കണ്ട അവസരങ്ങളൊക്കെ വളരെ ഊഷ്മളമായ സ്നേഹം പങ്കുവെക്കുന്ന അനുഭവമായിരുന്നു. കർത്താവദാസനെ വീട്ടിലേക്ക് ചേർക്കുവാൻ പ്രിയ ദൈവത്തിന് തനാർക്കു വേണ്ടി സേവനം ചെയ്തു ആ യജമാനന്റെ സന്നിധാനെ സവിധയെ അണയുവാൻ ദൈവം കർത്താവദാസന് ഭാഗ്യം നൽകിയല്ലോ. ശുശ്രൂഷകനെ നമുക്കൊരുമിച്ച് ആ തീരത്തിൽ വീണ്ടും കാണാം, നമ്മുടെ കർത്താവിന്റെ വരവികൾ കാണാം എന്നുള്ള പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ ദുഃഖത്തിലിരിക്കുന്ന എല്ലാവരോടും കൂടെ ദുഃഖത്തിൽ പങ്കുകൊള്ളുന്നു. ക്രിസ്തുയേശുവിലുള്ള പ്രത്യാശ പങ്കുവെച്ചുകൊണ്ട് വാക്കുകൾ വരുന്നു. Representing this church, I'm going to call the Secretary Thomas Chaco, and after that for Emma George, they will take probably 1 minute each. And after that, we're going to have a time of singing, and there'll be an opportunity for viewing. Many of you were able to view the body, and I know many people have come after that, so please give preference to them to come and view the body. And all of us will have an opportunity towards the end to come and view the body. Indeed, it's a very difficult time for us